വിജയകുമാർ, ആളുകളെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. ഇപ്പോൾ പക്ഷേ ഇവിടെ കാര്യങ്ങൾ കുറച്ച് ശാന്തമാണ്. പക്ഷേ ഈ ആശങ്ക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത്, കാരണം ധാരാളം ജനവാസ മേഖലകൾ ചേരുന്ന പ്രദേശങ്ങളിൽ നിന്നാണ് ഇത്തരം വിവരങ്ങൾ പുറത്തു വരികയും അത് സംബന്ധിച്ച് ആശങ്കയൊക്കെ ആളുകൾക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ്, അതായത് ഒരു സ്കൂളിലാണ് അവധി നൽകിയിരിക്കുന്നത്, മറ്റൊരു അംഗൻവാടിക്കും അവധി നൽകിയിട്ടുണ്ട്. ഒപ്പം ഇങ്ങോട്ടേക്ക് ജിയോളജിസ്റ്റുകൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ ഒക്കെ ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ജിയോളജിസ്റ്റുകൾ ഒരു പ്രാഥമികമായി ജിയോളജി വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ്. അവരുടെ ഒരു പ്രാഥമികമായ വിലയിരുത്തലുകളിലേക്ക് പോയതിന് ശേഷമായിരിക്കും എന്താണ് ചെയ്യാൻ കഴിയുക, തുടർ നടപടി എന്ത് വേണം എന്നതടക്കമുള്ള കാര്യത്തിൽ ജില്ലാ ഭരണകൂടം ഒരു തീരുമാനമെടുക്കുക. റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇത് നെന്മേനി പഞ്ചായത്താണല്ലേ ഏട്ടാ? നെന്മേനി പഞ്ചായത്താണ്. നെന്മേനി പഞ്ചായത്തിൽ ഇപ്പോൾ ഈ ആളുകളൊക്കെ കുറച്ച് എല്ലാവരും തന്നെ ഈ കാര്യങ്ങൾ അറിയുകയും കുറച്ച് വരുന്ന വഴിക്ക് എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയായിട്ടൊക്കെ കണ്ടു. അങ്ങനെ ഒരു ആശങ്കയുണ്ടെന്ന് തോന്നുന്നു. അധികം പേര് ഈ വാട്സപ്പ് ഇതിലൂടെ വന്ന മെസ്സേജും പിന്നെ ന്യൂസ് ചാനലിൽ വിവരങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ്. കുറച്ച് പേര് സൗണ്ട് കേട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. ചേട്ടൻ ഇവിടുത്തെ കാരനാണോ? ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്, അവരുടെ ഒരു ആശങ്കയൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മളോട് അവർ സംസാരിച്ചപ്പോൾ പറഞ്ഞത് പഞ്ചായത്ത് അധികൃതരും ഉദ്യോഗസ്ഥരും റവന്യൂവിൻ്റെ ഉദ്യോഗസ്ഥരും ഒപ്പം ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ചേട്ടൻ്റെ വീട്, നിങ്ങളുടെ വീട് ഇവിടെയാണോ? നിങ്ങൾ ഇത് കേട്ടതാണോ അതോ പറഞ്ഞു കേട്ടതാണോ? ഞാൻ പറഞ്ഞു കേട്ടുള്ളൂ. ഞാൻ അമ്പലയിലായിരുന്നു. ഞാൻ വന്നപ്പോൾ പറഞ്ഞാണ്. അതെ അല്ലേ? നിങ്ങൾ ചേട്ടൻ ഇവിടെ തരണോ? ഈ ശബ്ദം കേൾക്കുകയോ അത് പറഞ്ഞു കേൾക്കുകയാണോ ചെയ്തത്? പറഞ്ഞു കേൾക്കുക. എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു. വീട്ടുകാർ പറഞ്ഞു, അവർ കേട്ടെന്ന് പറഞ്ഞു. അവർ കേട്ടു. വീട്ടുകാരും വീടിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ ഇതേപോലെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വീടുകൾ ജനലിളകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് അധികൃതരോ അങ്ങനെ മെമ്പർമാരൊക്കെ ഇവിടെ വരുന്നുണ്ട്. അവരെന്താ പറഞ്ഞത്? ഇല്ല, അവരായിരിക്കും ഞാൻ കണ്ടില്ല. ഇപ്പോൾ വന്നിട്ടുള്ളൂ ഇവിടെ ഇങ്ങോട്ട്. അപ്പോൾ അതാണ്, അതായത് മറ്റ് പുറത്ത് ജോലിക്കായി പോയവരും ഒക്കെ വീട്ടുകാർ വിളിച്ചു പറഞ്ഞതിനനുസരിച്ച് അവർ ഇങ്ങോട്ടേക്ക് വരികയാണ്. ആളുകളൊക്കെ പുറത്തേക്കുണ്ട്. അതായത് ഞാൻ നിൽക്കുന്നത് എടക്കൽ കേവിൻ്റെ തൊട്ടടുത്താണ്. എടക്കൽ കേവ് ഉൾപ്പെടുന്ന വലിയ ഒരു മല എന്ന് പറയുന്നതിൻ്റെ മുകൾ ഭാഗങ്ങളിലുള്ള പ്രദേശമാണ്. അത് അത്തരം സ്ഥലങ്ങളൊക്കെ തൊട്ടടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കൂടി ഒരിക്കൽ കൂടി കാണിച്ചാൽ അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാകും. അതുകൊണ്ടാണ് ആളുകൾക്ക് കുറേ കൂടി ഒരു വലിയ ആശങ്ക ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് വലിയ ഒരു ആശങ്ക, പരിഭ്രാന്തിയുടെ ആവശ്യമില്ല എന്നാണ് അവരെല്ലാവരും തന്നെ അറിയിക്കുന്നത്. നമുക്ക് ഞാൻ നേരെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കൽ കേവിൻ്റെ ഭാഗമായ മലയും പാറകളും ഒക്കെയാണ് കാണുന്നത്. ഈ പ്രദേശങ്ങളിലുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് അത്തരത്തിലുള്ളൊരു ആശങ്ക സ്വാഭാവികമായും ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ വന്നിട്ട് അവരെന്താ പറഞ്ഞെന്താ നിങ്ങളോട് പറഞ്ഞു? താമസിക്കാൻ പറഞ്ഞു. ഒന്നല്ല ഈ ക്യാമ്പിലേക്ക് മാറുക, അല്ലെങ്കിൽ ബന്ധു വീടുകളിലേക്ക് മാറാനാ പറഞ്ഞത്. ചേച്ചിയുടെ വീട് എവിടെയാ? ഇതവിടെ തൊട്ട് താഴെ അനുഭവപ്പെട്ടതാ. പിന്നെ വീട്ടിലേക്ക് ജനലിലേക്ക് വന്ന് എന്തോ ഇടിക്കുന്ന പോലെ ഒച്ച കേട്ടത്. ഞാൻ വേഗം പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഞാൻ റോട്ടിലേക്ക് പോകുന്ന ചെക്കന്മാരോട് പറഞ്ഞു ഇങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അവർ കയറി നോക്കി. പിന്നെ അംഗനവാടിയിൽ കൊച്ചിനെ വിടാൻ വേണ്ടി ഒരു ചേച്ചി വന്നു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞ് ശരിക്കും ബോംബ് പൊട്ടുന്ന പോലത്തെ ഒച്ച കേട്ടെന്ന്. അവർ പുറത്തുണ്ടായിരുന്നു, ഞാൻ അകത്തായിരുന്നു. അതുകൊണ്ട് അത്ര ഒച്ച കേട്ടില്ല. എനിക്ക് ജനലിലേക്ക് എന്തോ ഒരു പ്രകമ്പനാണ് കേട്ടെ. പക്ഷെ കുലുങ്ങുന്ന പോലെ ഒന്നും തോന്നിയില്ല. ഒരു ശബ്ദമാണ്, വലിയ ശബ്ദമാണ് കേട്ടത്. ചേച്ചിയുടെ വീട് അതായത് എടക്കൽ കേവിന്റെ ഒക്കെ താഴ്വാര പ്രദേശമാണ്. ഈ താഴെ തന്നെ, തൊട്ട് താഴെ തന്നെ. വീട് ഇവിടെ തന്നെയാണ്, തൊട്ടടുത്ത് തന്നെ. നമ്മുടെ വീടിന്റെ ടെറസിന്റെ മുകളിൽ ഭയങ്കര സൗണ്ട് കേട്ടു, എന്തോ വന്ന് വീണ പോലെ. അപ്പൊ എന്താന്ന് ചെന്ന് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടത്. മൊത്തത്തിൽ ഈ ഒരു സൈഡ് മൊത്തം എല്ലാവരുടെയും തന്നെ എടക്കൽ കേവിന്റെ താഴ്വാരത്തേക്ക് ഉള്ള വീടുകൾ ഈ സൗണ്ട് കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു തരിപ്പ് പോലെ ജനല് കിടുങ്ങുക, പിന്നെ പാത്രങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് കുലുങ്ങിയിട്ടുണ്ട്. കിടുങ്ങുന്ന സൗണ്ട് കേട്ടു. ഈ ജനപ്രതിനിധികളൊക്കെ ഇവിടെ വരുന്നുണ്ട്, പഞ്ചായത്ത് ഉദ്യോഗസ്ഥരൊക്കെ വരുന്നുണ്ട്. അവരെന്താ പറഞ്ഞേ? മാറി താമസിക്കാൻ പറഞ്ഞു. നമ്മളിങ്ങനെ ഇവിടെ നിൽക്കാൻ പറയില്ല, കാരണം നാളെ മുണ്ടക്കൈയൊക്കെ സംഭവിച്ച പോലെ സംഭവിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ബന്ധുവീടുകളിലേക്കും ക്യാമ്പിലേക്കൊക്കെ മാറുകയാണെങ്കിൽ മാറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതായത് ഇവിടെയുള്ള ആളുകളാണ്, ഇവിടെയുള്ളവരാണ് നമ്മളോടൊപ്പം ചേർന്ന്, അവർക്ക് അതിൻ്റെ ഒരു ആശങ്കയുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ റവന്യൂ വിഭാഗം ഈ ഗ്രൗണ്ടിലെ പരിശോധന പൂർത്തീകരിക്കും. അതിനുശേഷം എന്ത് ആക്ഷനാണ് ഇവിടെ വേണ്ടത്, അത് പ്രാഥമികമായി മാറി താമസിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കൂ എന്ന് ഇവിടെയുള്ള ആളുകളോട് പറഞ്ഞതാണ്. കാരണം അവരുടെ ആശങ്ക പരിഗണിച്ച് പറഞ്ഞതാണ്. അതേസമയം ഇത് വളരെ ഗൗരവമുള്ളൊരു സംഗതി കൂടിയാണ്. കാരണം ഈ നാട്ടിലുള്ള മിക്കവാറും ആളുകൾ തന്നെ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ നിലയ്ക്ക് അവർക്ക്